കല്യാണത്തിന്റെ ക്ഷീണമൊക്കെ മാറി അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി റിസപ്ഷന് വേണ്ടിയിട്ട് എത്തിയേ. ഈ നിൽക്കുന്നത് എന്റെ അമ്മയുടെ മാമനും ഫാമിലിയാണ് കേട്ടോ. ഇവരെയൊക്കെ ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം കേട്ടോ കാണുന്നത്. അച്ചുട്ടിനെയും ചിത്തുവിനെയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എപ്പോഴും അവർ കണ്ടതാണ് കേട്ടോ. ഇപ്പൊ വളർന്നതിന് ശേഷം കണ്ടിട്ടില്ല. അങ്ങനെ പിള്ളേരെ എനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തേ. ഞാനും മാമനും കണ്ടിട്ട് 5-6 വർഷമായിട്ടുണ്ടെങ്കിലും എന്റെ ചേച്ചിനെ കണ്ടിട്ട് 10-15 വർഷങ്ങളായി മാമൻ. കാരണം ഞങ്ങളൊക്കെ ഇത്രയും ദൂരമായത് കാരണം ചില ഫംഗ്ഷനുകൾക്കൊന്നും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലേ. ഇതെന്റെ കുഞ്ഞമ്മയുടെ മോളാണേ. ചന്ദ്രി ചേച്ചി എന്നെയും കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചോണ്ടിരിക്കട്ടോ ഏട്ടനോട്. അങ്ങനെ ഒരുവിധം എല്ലാവരെയും കണ്ടതിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ ലൈവായിട്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരു ചേട്ടൻ. ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ കേക്കും വൈനും ഉണ്ടായിരുന്നു കേട്ടോ. വൈൻ കുടിക്കാനുള്ള ഗ്ലാസ് ഒന്നും തപ്പിയപ്പോൾ കണ്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ജഗ്ഗോടെ അങ്ങോട്ട് കമഴ്ത്തിയേ. ഉച്ചയ്ക്ക് അവസാനത്തെ പന്തിയിൽ ഇരുന്നത് പോലെ തന്നെയാട്ടോ ഞങ്ങൾ റിസപ്ഷനിൽ ലാസ്റ്റ് ആട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോഴേക്കും ഏകദേശം ഒക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ വീട്ടിലെ കല്യാണം ആകുമ്പോൾ ആദ്യം തന്നെ പോയിരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും കൂടി ആയിട്ട് ഇങ്ങനെ കൂടി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ സമയവും പോയി. ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. പിന്നെ അവർ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി കമ്പനിയൊക്കെ കൊടുത്തു കേട്ടോ. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടണമെങ്കിൽ അടുത്തൊരു ഫംഗ്ഷൻ വരണമല്ലോ. അപ്പൊ കൈ കിട്ടി എല്ലാവരും പെറുക്കി എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തേ. അങ്ങനെ എല്ലാത്തിനും ശേഷം ഞങ്ങൾ അങ്ങനെ ഷൊർണൂരേക്ക് യാത്ര തിരിച്ച്. അപ്പൊ ഇന്ന് അത്രയുള്ള ടാറ്റ ബൈ ബൈ.